ഹലോ. ഇന്ന് ഞാനേ ഒരു ചെമ്മീൻ പിക്കിളാണ് ഉണ്ടാക്കുക. ചെമ്മീൻ പിക്കിളല്ല, സോറി, ചെമ്മീൻ തോരൻ. അതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് 300 ഗ്രാം ചെമ്മീനുണ്ട്. അത് എല്ലാം എടുത്ത് വെച്ചേക്കണം. അത് ഞാൻ ഈ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കേ. ഇതൊന്ന് ചതക്കണേ. ഇനി ഇതിൻ്റെ കൂടെ ഒരു 10-12 വെളുത്തുള്ളി അതും കൂടി ഇട്ട് കൊടുക്കേ. 10-12 അല്ല, 10-16 വെളുത്തുള്ളി, കുഞ്ഞു അതുകൊണ്ട് ഒരു 10-16 ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതൊന്ന് ചതയ്ക്കണം, ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി. ഞാൻ ചെമ്മീൻ ചതച്ച് പല കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തോരൻ നല്ല രസമാണ്. കാര്യം ഈ ചെമ്മീൻ അല്ലെങ്കിൽ ഒരുമാതിരി ഫ്രൈ ചെയ്യാനാണെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ ചെമ്മീൻ്റെ ആ ഫുൾ സത്തിറങ്ങണമെങ്കിൽ ഇതുപോലെ ചതയ്ക്കണം. അപ്പോൾ ഞാൻ ഒന്ന് ചതയ്ക്കട്ടെ. നമ്മുടെ ചെമ്മീൻ ചതച്ചത് ഇവിടെ ഇരിക്കണേ. ഞാൻ അത് കഴിഞ്ഞ് ഈ സ്റ്റൗ കത്തിക്കാം. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. ഈ എണ്ണ ഈ പാത്രത്തിൽ ഒഴിക്കുമ്പോഴേ കുറേ ഉള്ള കണക്ക് തോന്നും. കണ്ട, ഇത്രയേ ഉള്ളൂ. എണ്ണ ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായേ. ഇതിനകത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. ഇതിനകത്ത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തേ. രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തേ. രണ്ട് സവാള വലുതേ കൊത്തി അരിഞ്ഞത് അത് ഇട്ട് കൊടുത്ത്. പിന്നെ ഈ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതേ. അതുപോലെ ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അത്യം അങ്ങ് മൂക്കണ്ട കേട്ടോ. ചെറുതായിട്ട് ആ ഉള്ളിയുടെ ഒരു പച്ച മണമൊന്ന് മാറത്തില്ലേ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടിയ ഉള്ളിയിലോട്ട് നമ്മൾ ചതച്ചെടുത്ത് വെച്ച വെളുത്തുള്ളിയും ചെമ്മീനും ഇല്ലേ, അതും ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്യേ. ആ ഉള്ളിയുടെ ആ ചെറിയൊരു വാട്ടമേ ഉള്ളിക്ക് വന്നിട്ടുള്ളേ, ചെറുതായിട്ട്. അത് ഒത്തിരി അങ്ങ് വഴന്നു പോകരുത്. വഴന്നു പോയി കഴിഞ്ഞാൽ തോരൻ കുഴഞ്ഞു പോകും. കണ്ടില്ലേ, ആ ചതച്ചത് കൊണ്ട് ചതച്ചെടുത്താൽ മതി. ചതച്ചെടുത്തില്ലേ അല്ലെങ്കിൽ പിന്നെ കുഴഞ്ഞു പോകും. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. ചെമ്മീൻ അധികം വേവില്ല, പിന്നെ ചതച്ചതും കൂടെ അല്ലേ, അതുകൊണ്ട് വലിയ വേവില്ല. ഒന്ന് അടച്ചു കൊടുക്കേ. ഒന്ന് കവർ ചെയ്യാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് തുറക്കേ. 2 മിനിറ്റ് കഴിഞ്ഞ് അധികം ഒന്ന് വേവിക്കണ്ടേ, അല്ല ആ സവാളയൊക്കെ കുഴഞ്ഞു പോവും.
കാര്യം ചെമ്മീൻ വെന്തിട്ടുണ്ട് ഓൾറെഡി. ഇതിന് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ, അല്ല കാലല്ല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, ഒരു 1/2 ടീസ്പൂൺ പിരിയമുളക് പൊടി ഇട്ട് കൊടുത്ത്, ഒരു ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തേ. തരിതരിതരാന്ന് പൊടിച്ച കുരുമുളകില്ലേ, ആ കുരുമുളക് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ എരിക്കനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യേ. ഇനി ഇത് നല്ല മിക്സ് ചെയ്യാം. കണ്ടില്ലേ നമ്മുടെ ചെമ്മീൻ കിടക്കുന്നത് നല്ല പിരിപിരാന്ന് തോരൻ്റെ രീതിയിൽ. ഇനി ഇതിനകത്ത് ഒരു മുറി തേങ്ങ, ചെറിയൊരു തേങ്ങയുടെ ഒരു മുറി ചിരുകി വെച്ചിട്ടുണ്ടേ, അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ മൊത്തം ഇടുന്നില്ല, കാര്യം തേങ്ങ ഒരുപാടായ ഇവിടെ ആർക്കും ഇഷ്ടമല്ലത്. എന്തെളുപ്പമാണ് ഇതുണ്ടാക്കാൻ. ചെമ്മീൻ നുള്ളുന്ന ആ പാടേ ഉള്ളു. എന്നാൽ അതൊന്ന് വലിയ ചെമ്മീനുണ്ടായാലും ചതച്ചെടുക്കാം, കുഴപ്പമില്ല. ചെമ്മീൻ ഏതായാലും പ്രശ്നമില്ല, വലുതായാലും ചെറുതായാലും. ഇനി ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കണം. ഇപ്പം എന്ത് മണവാ വരുന്നതെന്നറിയാവോ. തീ നല്ല ഇതിങ്ങനെ 2 മിനിറ്റ് ഇങ്ങനെ തുറന്ന്, ഇനി അടയ്ക്കൊന്നും വേണ്ടേ, ഇനി കവർ ചെയ്യേണ്ട, ഇങ്ങനെ തുറന്ന് തന്നെ കിടക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടട്ടെ. നമ്മുടെ തോരൻ നോക്കേ, നമ്മുടെ ചെമ്മീൻ തോരൻ നോക്കേ. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. ഇത് മണമെന്നറിയാവോ. ഇനി കുരുമുളക് എരി തോനെ വേണമെന്നുള്ളവർക്ക് കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, സാധാരണ മുളക് പൊടിയല്ലേ. ഓ ഭയങ്കര ടേസ്റ്റാണ്. ഉപ്പ് കുറവായേ, അടിപൊളി ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റും ഇത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് പാർന്ന് വെക്കേ. സാധാരണ തോരൻ ചെമ്മീൻ വെക്കുമ്പോഴേ ഇത് ചതയ്ക്കാതൊക്കെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആ ഫ്ലേവർ അങ്ങോട്ട് വരില്ല, ആ ചെമ്മീൻ്റെ. ടേസ്റ്റാണെന്നറിയാമോ എൻ്റെ പൊന്നോ. ഇത് മാത്രം മതി, തൈരും ചോറും കൂടെ. ഓ അടിപൊളി. ഇതും കൂടെ ആയിട്ട് നല്ല രസം. മതിയേ, ഞാൻ ഗ്യാസ് ഓഫാക്കുക. ഇനി ഇത് ഇങ്ങോട്ട് പകരാം.
എന്തൊരു മണവാ. കണ്ടില്ലേ നമ്മുടെ ചെമ്മീൻ തോരൻ. അപ്പോൾ അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം